ഞാനിവിടെ വീട്ടിൽ വന്നതിന് ശേഷം അമ്മയുടെ ഏറ്റവും വലിയ പരാതിയായിരുന്നു ഞാൻ അമ്മയുടെ കടയിൽ വന്നിരിക്കുന്നില്ല, അമ്മയ്ക്ക് ഉപ്പാപ്പൊന്നും വാങ്ങിക്കൊടുക്കുന്നില്ല എന്ന്. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഞാൻ നേരെ ഉപ്പാപ്പൊക്കെ വാങ്ങിയിട്ട് അമ്മയുടെ കടയിൽ പോയിരുന്നു കുറച്ച് നേരം. ഞാനൊരു ബ്രൗണി വാങ്ങിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഈ കഴിഞ്ഞ 2 വർഷം എറണാകുളത്ത് ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ അവിടങ്ങളുടെ ഒറ്റ ബ്യൂട്ടി പാർലറിൽ പോലും പോയി ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 1.5 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ തന്നെയാണ് വന്ന് ത്രെഡ് ചെയ്യുന്നത്. നമ്മുടെ അനിൽ ചേച്ചിയുടെ ഷോപ്പാണ്, റൊമാൻറ്റിക് എന്ന് പറയുന്നൊരു ഷോപ്പാണ് കേട്ടോ. അത്യാവശ്യം എനിക്ക് നല്ല കംഫർട്ടാണ് ഇവിടെ ത്രെഡ് ചെയ്യുമ്പോൾ. അത് വേറെ ഒന്നും ചെയ്താൽ കിട്ടത്തില്ലെന്നുള്ളൊരു ഫീൽ വന്നു തുടങ്ങേണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ചെന്നപ്പം അത്യാവശ്യം കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഹെയർ കളർ ചെയ്യാൻ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പോൾ കുറച്ച് പോസ്റ്റായിപ്പോയി. ആസ് യൂഷ്വൽ എല്ലാ വട്ടത്തെയും പോലെ ഇന്ന് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എല്ലാ വട്ടവും ത്രെഡ് ചെയ്യുമ്പോൾ ഈ ഒരു കരച്ചിൽ പതിവായതുകൊണ്ട് ചേച്ചിക്ക് ഇപ്പോൾ അത് ശീലമായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നാളത്തെ ഞാൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ഇട്ടപ്പോൾ ചേച്ചിക്കാണെങ്കിൽ ഒടുക്കത്തെന്നാണോ. അപ്പോൾ ഇതാണ് അല്ല ചേച്ചി. ചാരുമൂട് ഉള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം ചാരുമൂട് കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഷോപ്പ്. റൊമാൻറ്റിക് എന്നാണ് കേട്ടോ പേര്.